കോമൺ ആയിട്ട് ഡിപ്രഷൻ്റെ ഒക്കെ സിംറ്റംസ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും നെറ്റ് വഴിയൊക്കെ അറിയാം, ഗൂഗിൾ വഴിയൊക്കെ. പക്ഷേ അതല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ കാണുന്ന ഒരാളായിരിക്കും, ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പോയി. പല സെലിബ്രിറ്റീസിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അവർ ഹാപ്പി ആയിട്ടായിരിക്കും പുറത്ത് കാണുന്നത്, പക്ഷെ അവർ ഡിപ്രസ്ഡ് ആയിരിക്കും. അത് ശരിക്കും അങ്ങനെ ഒരു ഇതാണോ, ഒരു ഡിപ്രഷൻ്റെ ഒരു ടൈപ്പാണോ, അല്ലെങ്കിൽ എന്താണ്? അങ്ങനെ അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? അവർ ഈ പറഞ്ഞ പോലെ ഈ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർ ഇങ്ങനെ അവോയ്ഡൻസ് എന്നുള്ള രീതിയിൽ അവരെങ്ങനെ ഹൗ ടു ടോളറേറ്റ് രീതി പുറത്ത് കാണിക്കുന്നത്. പറഞ്ഞ പോലെ ചില ആളുകൾ ഒരു ഇൻസ്റ്റന്റ്ലി ഉണ്ടാവുന്ന ആ തോട്ടിന്റെ പുറത്താണ് മിക്കവാറും സൂയിസൈഡ് ഉണ്ടാവാറ് നമ്മൾ കാണാറുള്ളത്. ഓക്കെ, ഈ ഡിപ്രഷൻ ട്രീറ്റ്മെന്റ്, ചില ആൾക്കാർ ഡിപ്രഷനിൽ പോണ സമയത്ത് എന്ത് നിർബന്ധമില്ല, സൂയിസൈഡ് നിർബന്ധമില്ല. ബട്ട് വൺസ് ദേ സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ്, ചില ആളുകൾക്ക് എന്തുണ്ടാവും, ആ ഒരു എനർജി കിട്ടും. എനർജി കിട്ടുന്ന സമയത്ത് വേണമെന്നെങ്കിൽ അവരുടെ ആ തോട്ട്സ് അപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ചില ആളുകൾ പോയി കമ്മിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് വി വിൽ ഇൻഫോം ദ ബൈസ്റ്റാൻഡേഴ്സ്. നമ്മൾ മെഡിസിൻസ് തന്നിട്ടുണ്ട്, ഇറ്റ് ഡസൻ മീൻ ദാറ്റ് സൈക്കോ എഡ്യൂക്കേഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഫാമിലി നമ്മൾ പറയുന്നത് ഒക്കെ വൺസ്, കാരണം മിക്ക ആൾക്കാർ ഒപ്പം നിൽക്കുന്ന സമയത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മെഡിക്കേഷൻ തന്നു വെച്ചാൽ ഹി വിൽ ബി ഇംപ്രൂവിങ്, ഓൾ ദ തോട്ട്സ് വുഡ് നോട്ട് ഹാവ് ഗോൺ ഡൗൺ. ഓക്കെ, അത് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അത് ഈ പറഞ്ഞ പോലെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സംഭവിക്കുക. കാരണം അവർ ആ ഒരു ഫുൾ, ഏത് പേഷ്യൻ്റ് ആണെങ്കിലും ഡിപ്രസീവ് പേഷ്യൻ്റ് നമ്മൾ ഫുൾ നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്ന നിർബന്ധമില്ല. വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് അവർക്ക് ഓക്കെ ഫൈൻ. ജോലിക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പിന്നെ ഈ സന്തോഷം പുറത്ത് കാണിക്കുന്ന ആളുകൾ പറഞ്ഞ പോലെ ഇത് കാണിക്കലാണ്. അസ് യു സെഡ്, ഇതൊരു കാണിക്കലാണ്. അവരുടെ ഡിപ്രഷൻ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാകും. അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇറ്റ് വിൽ ബി ഇൻസൈഡ് ദം. അവർക്കൊന്നും ഒരു ഉഷാറില്ലാതെ താല്പര്യമില്ല, ബട്ട് സംഹൗ ദേ ഹാവ് ടു ഫേസ് ദ ക്രൗഡ് എന്നുള്ള രീതിയിൽ സന്തോഷപൂർവ്വം കാണിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ബട്ട് support, if they have a support system, okay, they would do it. And regarding the പറയുന്ന celebrities, a lot of things might be involved. We don't know exactly personality issues and substance. I don't know exactly. Comment on that, but so even on people, if you look കാണുമ്പോൾ ഒക്കെ നോർമൽ ആയിട്ടുള്ള ആളുകൾ, they can offer and commit suicide. Okay, അപ്പോൾ എല്ലാവരും പറയും ഇന്നലെ വരെയും കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. That is the ഈ സൈക്കാട്രിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. We don't know what is happening inside. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. എല്ലാവരും പറയും സൈക്കാട്രിക് എന്ത്, നിങ്ങൾക്ക് സംസാരിക്കാനല്ലേ ഉള്ളൂ എന്ന് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനകത്ത് ഇറ്റ് ഈസ് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് ഇൻ സൈഡ്. ഇറ്റ് കുഡ് ബി ആങ്സൈറ്റീസ്, ലോങ് ടേം ഇഷ്യൂസ് ആവാം, പണ്ട് മൂലം ഉള്ള ആളായിരിക്കാം. ഓക്കെ, എല്ലാം മൂപ്പര് ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടാവും. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ആ ഒരു ആ ബാലൻസ് തെറ്റുകയും, ഓക്കെ, ആ ഒരു സിമ്മിൽ ആ ഒരു സിറ്റുവേഷനിൽ പോയി ചെയ്ത് കൂട്ടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത് മസ്റ്റ് യു നോ, കൂടുതലും ആണുങ്ങളിലാണ് കംപ്ലീറ്റഡ് സൂയിസൈഡ്, അതായത് ആത്മഹത്യ കൂടുതൽ കാണുന്നത്. പെണ്ണുങ്ങളിലാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് കൂടുതൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് പൂർത്തീകരിക്കാറില്ല. ആണുങ്ങൾ ചെയ്യുമ്പോൾ ഒരു വയലന്റ് ലെവലിലേക്കാണ് ചിന്തിക്കുക, എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കുകയും കംപ്ലീറ്റഡ് സൂയിസൈഡ് ഈസ് മോർ സീൻ ഇൻ മെയിൽ ആൻഡ് ജസ്റ്റ് ഫോർ എ ഫാക്ട് ഐ എം സീയിങ് ഹിയർ. ആൻഡ് ഈ പറയുന്ന പെണ്ണുങ്ങളിൽ അറ്റംപ്റ്റ് സൂയിസൈഡ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഓവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഒന്നും അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര സോഷ്യലൈസ് ചെയ്യുക, ഭയങ്കര ഓവർ പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതും ഒരു സൈൻ ഓഫ് ക്രൈ ഫോർ ഹെൽപ്പ് ആണോ ചിലപ്പോഴൊക്കെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ പോലെ അങ്ങനെ സാധാരണ ഇതിൽ കാണുന്നത് വളരെ ഡിപ്രഷൻ ലെവൽ സാധാരണ അതിൽ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കുറേ ദിവസം അതിൽ ഞങ്ങളിപ്പോൾ നമ്മൾ നോക്കുന്നത് യൂസ് എനി സബ്സ്റ്റൻസ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ലൈക് സ്റ്റിമുലൻസ് ഇഫ് ദ യൂസ്, ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തേക്ക് ഒരു ഉറക്കം ഇല്ലാതെ ഫുൾ ഓൺ അവർ ഈ പറയുന്ന ഗെയിം കളിക്കുമ്പോൾ നൈട്രസ് ബൂസ്റ്റർ കളിക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് അവരുണ്ടാവുക. ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും, പക്ഷേ അത് സബ്സ്റ്റൻസിൻ്റെ എഫക്റ്റ് തീരുമ്പോഴത്തേക്ക് ഒരു കുറയും. പക്ഷെ എന്നാൽ ചില ആളുകൾ, ഈ പറയുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ബൂസ്റ്റ് കിട്ടുമ്പോൾ ദർ ആർ പീപ്പിൾ, അവർക്ക് ഡസൻ ഫിറ്റ് ഇൻ ഡയഗ്നോസിസോ അങ്ങനെയൊന്നും ഇല്ല. ദർ ആർ പീപ്പിൾ ഹൂ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തേക്ക്, അതായത് ഒന്ന് ഭയങ്കര ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്ട് കിട്ടിക്കഴിയുമ്പോൾ സ്റ്റാർട്ട് വർക്കിംഗ് കംപ്ലീറ്റ്ലി മസ്റ്റ് ഓൺ ദാറ്റ്. ഓക്കെ, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നവരെ വിൽ ബി ഫുള്ളി ഇൻ ടു ദാറ്റ്, വിൽ ബി ഫുൾ ആ ഡിസ്കഷൻസും കാര്യങ്ങളും അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യാനോ കാര്യങ്ങളും ഓൾ ഓഫ് എ സഡൻ. പക്ഷേ നമ്മൾ ഇതുണ്ട്, വി സ്വിച്ച് ഓഫ് എവറിത്തിങ്. ബ്രെയിൻ ഓൾസോ നീഡ് സം റെസ്റ്റ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം. ഒരു 1 day 2 day ഒക്കെ പോകും. 3rd day ആയി കഴിയുമ്പോൾ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, റെസ്റ്റ് ചെയ്തിട്ടില്ല, റിലാക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് ക്രാഷിങ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ അപ്പോഴാണ് ഈ അൺനെസറി തോട്ട്സ് ഉണ്ടാവുക, ആകെ ടയേർഡ് ആവുക, പ്രൊഡക്ടിവിറ്റി കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവുക. സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഷുഡ് മേക്ക് ഷുവർ ഹി ഓർ ഷീ ഈസ് ഹാവിങ് 6 to 7 hours ഓഫ് നോർമൽ സ്ലീപ്പ്.
എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും രാത്രി ഉറങ്ങണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ക്ലയൻസും ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ആൾക്കാർക്ക് ഉറങ്ങാൻ ഇപ്പോൾ നമ്മൾ കാണുന്ന ചില പാരൻസ്, അതായത് പ്രായമുള്ള പാരൻസിൻ്റെ മക്കളിപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ പാരൻസ് ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. അവർ നമ്മുടെ അടുത്ത് പറയാറുള്ളത്, സാറേ എന്ത് ചെയ്താലും അമ്മ പറയും 9 മണിക്ക് ഉറങ്ങണം എന്ന് പറയും. എനിക്ക് ഉറക്കം വരുന്നത് 1 മണിക്കാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ പക്ഷേ 1 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 6-7 o'clock വരെ ഉറങ്ങണ്ടെന്ന് ഉറപ്പല്ല. 1 മണിക്ക് ഉറങ്ങി വീണ്ടും 5 മണിക്ക് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും. ഓക്കെ, ബട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷനിൽ പീപ്പിൾ ആർ ചേഞ്ചിങ്. ഇന്ന് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട പേഷ്യൻ്റ് അവർ പറയുന്നത് ഐ സ്ലീപ്പ് അറ്റ് മോർണിംഗ് 9 AM ആൻഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 PM. അപ്പോൾ സർ ദെൻ ഹൗ വിൽ ഐ ടേക്ക് ദ മെഡിസിൻസ് ഇൻ ദ മോർണിംഗ് എന്നുള്ളതാണ് മുപ്പത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഓക്കെ, ഈ ഉറങ്ങുന്ന നേരത്തിൽ എടുക്കണ്ട. ആൻഡ് ഹീസ് ആക്റ്റീവ് ഇൻ ദ ഈവനിങ് ബിക്കോസ് ഹീസ് വർക്ക്. His clients are outside. He's engineering field. His clients are outside, so he's only active at that time. Okay, ഇത് ടിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അതിങ്ങനെ ഫുൾ ആക്റ്റീവ് അല്ല. ചില ആളുകൾ നമ്മൾ സാധാരണ ഡിപ്രഷനിൽ നമ്മൾ പറയാ ഉറക്കം കൂടുതൽ എന്നാണ് പറയാ. തിരിച്ചു വരാറുണ്ട്. ഉറക്കം ഇല്ല, സോറി, സാധാരണ നമ്മൾ ഡിപ്രഷനിൽ ഉറക്കം ഇല്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവർക്ക് തിരിച്ചു വരും. ഉറക്കം കൂടുതൽ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ നമ്മൾ ഡിപ്രഷനിൽ ഭക്ഷണം കഴിക്കൽ കുറവ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കൽ കൂടുതൽ കാണുന്ന സിറ്റുവേഷൻസ്, അതായത് നമ്മൾ അറ്റിപ്പിക്കൽ ഡിപ്രഷനിൽ പോകാറുള്ളത്. പ്രൊഡക്ടിവിറ്റി എന്നാലും ഈ ഡിപ്രഷനിലെ ആളുകളിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലോ തന്നെയാണ് നമ്മൾ സാധാരണ ഇതിൽ കാണാറുള്ളത്. ഓക്കെ, അല്ലാണ്ട് ഫുൾ പ്രൊഡക്റ്റീവായി പിന്നെ ഒറ്റയ്ക്ക് ഡൗൺ ആ സിറ്റുവേഷൻസ് യൂഷ്വലി നമ്മൾ കാണാറില്ല. പിന്നെ സാർ നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും സ്ട്രെസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു യൂത്ത് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ആ സ്ട്രെസ്സ് കുറയുന്നില്ല ആൾക്കാർക്ക്. പറയുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കണം എന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും. പക്ഷെ ആരുടെ സ്ട്രെസ്സ് കുറയുന്നില്ല. പക്ഷെ ചിലർക്ക് ഒരുപാട് വർക്ക് വരുമ്പോൾ വലിയ പ്രശ്നമില്ല സ്ട്രെസ്സ്. അതെന്താ ചില ആൾക്കാരിൽ സ്ട്രെസ്സ് വല്ലാതെ ബാധിക്കുകയും ചിലർക്ക് അത് അത്ര പ്രശ്നമല്ലാതിരിക്കുകയും? ഞാനും താനും ഒരേപോലെ അല്ലല്ലോ. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ ബോഡി എങ്ങനെയുണ്ട്, ഹൗ ദേ ക്യാൻ ഹാൻഡിൽ ദ ഇഷ്യൂസ്. ദെർ ആർ സം പീപ്പിൾ, ഈ പറഞ്ഞ പോലെ ആർമിയിലുള്ളവന് ഹീ നോസ് ഹൗ ടു ഡു മാർച്ചിങ്. എത്ര മണിക്കൂറെങ്കിലും കളിക്കാം, മാർച്ചിന് പോവാം. സ്പോർട്സുകാരൻ എത്ര മണിക്കൂറെങ്കിലും കളിക്കാൻ പോവാം. ഇപ്പോൾ ഈ എന്നോട് പോയി കളിക്കാൻ പറയുക അല്ലെങ്കിൽ എന്നോട് മാർച്ചിന് ചെയ്യാൻ പറയുക, ഐ വോണ്ട് ബി ഏബിൾ ടു ടോളറേറ്റ്. സിമിലർലി സ്ട്രെസ്, ബിസിനസ്സുകാരന് സ്ട്രെസ് അവൻ ജനിച്ചെന്ന് പോലെ 22-25 വയസ്സ് മുതലേ സ്ട്രെസ് എടുത്ത് പൈസ റോൾ ചെയ്ത് അവിടെ പോയി ഹീനോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു റോളിങ്ങിൻ്റെ ഒരു പൈസ ഷോർട്ടേജിൻ്റെ ഇഷ്യൂ സ്ഥിരമായിട്ട് മാസം ശമ്പളം വാങ്ങുന്ന ഒരുത്തന്നെ പോയിട്ട് ഫേസ് ചെയ്യാൻ പറഞ്ഞത് ഡ്യൂ ടു സം ഇഷ്യൂസ് ഇൻ ദ ഫാമിലി, എന്തെങ്കിലും ഒരു പൈസയുടെ ഷോർട്ടേജ് വന്നു, അവനാകെ സ്ട്രെസ്ഡ് ഔട്ടായി പോകും. അപ്പോൾ ഇവനാകെ 2.5 ലക്ഷം രൂപയുടെ കടയല്ലേ ഉള്ളൂ, എനിക്കൊരു 2.5 കോടി രൂപയുടെ കടമുണ്ട്, അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഓക്കെ, അത് എങ്ങനെ ദ വേ ദേ ഹാവ് ബീൻ ബ്രോട്ട് അപ്പ്, ദ വേ ഹാവ് ബീൻ സീൻ, പണ്ടത്തെ പാസ്റ്റ് ഇഷ്യൂസ്, പാസ്റ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം എന്ത് തോട്ടാണ് മനസ്സിലുള്ളത്. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുക. ഓൾ ദീസ് തോട്ട്സ് ആർ അഫക്റ്റിംഗ്. ഈ സ്ട്രെസ്സിന്റെ മെയിൻ കാരണം എന്താ, വൺ ഓഫ് ദ മെയിൻ തെറാപ്പി വിച്ച് വി യൂസ് CBT. എന്ത് ചിന്തയാണ് ആ സമയത്ത് വരുന്നത്? എക്സ്പ്ലെയിൻ ടു CBT in very simple way for people to understand. ഓക്കെ, ഉദാഹരണം ഇപ്പോൾ ഞാൻ കാലത്ത് നടക്കാൻ ഇറങ്ങിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു പട്ടീനെ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു? ഒരു പേടി വന്നു. ഓക്കെ, ദാറ്റ് ഈസ് മൈ ഇമോഷൻ. ഓക്കെ, സോ വാട്ട് മൈ ബിഹേവിയർ ഈസ്, ഹൗ മൈ ബോഡി റിയാക്ട്സ് ഈസ്, എൻ്റെ ഹാർട്ട് റേറ്റ് പയ്യെ കൂടുന്നു, കൈ വറക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈ വറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് വാട്ട് മൈ ബിഹേവിയർ വിൽ ബി, അതിലേക്ക് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ വേറെ വഴിക്കൂടെ പോകും. വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ്? നാളെ പോലെ ഞാൻ എന്ത് ചെയ്യില്ല, നടക്കാൻ പോകില്ല. കാരണം അവിടെ പട്ടി ഉണ്ടെന്ന് എനിക്കറിയാൻ നടക്കാൻ പോകില്ല. എനിക്ക് എന്താണ് ആ തോട്ട് വന്നത്? ആ സമയത്ത് പട്ടി എന്നെ കടിക്കുമെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല പട്ടി എന്നെ കടിക്കുമെന്ന് എഴുന്നേക്കുന്നത്. ഓക്കെ, അതൊരു ആ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ എനിക്കുണ്ടായ ഓട്ടോമാറ്റിക് തോട്ടാണ്. കാരണം അതവിടെ ഉണ്ടായതാ. ഞാൻ ബീങ് എ മുസ്ലിം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ട് മുതലേ പട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം. ഓക്കെ, പിന്നെ കുറേ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടി ഓടിച്ചിടുന്നതും കടിക്കുന്നതും പേ പിടിക്കുന്നതും പട്ടിനെ ഓടിച്ചിട്ടിട്ടുണ്ട് പണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പട്ടി ഈസ് എ ബാഡ് ആനിമൽ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻസ് കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ സെയിം സിറ്റുവേഷൻ, ഈ സെയിം സ്ട്രെസ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം നെക്സ്റ്റ് ടൈം? ഇപ്പോൾ സെയിം, ഇപ്പോൾ ഉദാഹരണം ആലോചിച്ച് നോക്കുക, സെയിം പട്ടികൾ കിടപ്പുണ്ട്, എൻ്റെ അയൽവക്കത്തെ വീട്ടുകാരൻ നടക്കാൻ വേണ്ടി പോകുന്നു, അയാൾക്ക് സം ചാവാലി പട്ടി ഈസ് ലൈങ് ഡൗൺ ദെയർ. ഓക്കെ, അയാൾ നടന്നു പോകുന്നു, അയാൾ നടക്കാൻ പോകുന്നു. സിറ്റുവേഷൻ ഈസ് സെയിം ഫോർ മീ ആൻഡ് ഹിം. വാട്ട് തോട്ട്സ് കെയിം ടു മൈ മൈൻഡ് അല്ലെങ്കിൽ ഹിസ് മൈൻഡ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻസ്. എൻ്റെ ഉണ്ടായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. മൂപ്പര വീട്ടിൽ ഇപ്പോൾ പട്ടി ഉണ്ടായിട്ടുണ്ടാവും, മൂപ്പര വീട്ടിൽ പട്ടി ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ കളിച്ചിട്ടുണ്ടാവും, നോ ഇഷ്യൂസ്.
ഒരു വട്ട് ഈസ് ദ എന്ത് തോട്ടാണ് എൻ്റെ മനസ്സിൽ കയറി വന്നത്, ഈ സ്ട്രെസ്സിന്റെ മെയിൻ ഇഷ്യൂ വാട്ട് ആർ ദ നോൺസെൻസ് തോട്ട്സ് ഈസ് കമ്മിങ് ടു അവർ മൈൻഡ്, ദാറ്റ് വി ഷോസ് എറേഴ്സ് ഇൻ തിങ്കിങ് എന്ന് പറയും. ഓക്കെ, എല്ലാം ഞാൻ കാരണമാണ്, ഞാൻ കാരണം ഇതെല്ലാം സംഭവിക്കുന്നത്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റവൻ എന്ത് വിചാരിക്കും, ഇങ്ങനെ ഈ തോട്ട്സിനെല്ലാം ഈ ഓരോ സിറ്റുവേഷനും നമ്മൾ എങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് വി യൂഷ്വലി ടീച്ച് തെറാപ്പി. അതായത് സ്ട്രെസ്സിന്റെ മെയിൻലി ആങ്സൈറ്റി കമ്പയർ നമ്മൾ CBT എന്നുള്ള തെറാപ്പിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ മൈൽഡ് ഡിപ്രഷൻ അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷൻ്റെ നമ്മൾ CBT വി യൂസസ് ആസ് എ മാനേജ്മെന്റ് ഓപ്ഷൻ. അതിലെല്ലാം നമ്മൾ വാട്ട് വി ടീച്ച് ദം ഈസ് ഹൗ ടു കൺട്രോൾ ദിസ് തോട്ട്സ് ആൻഡ് ഹൗ ടു ചേഞ്ച് ദിസ് തോട്ട്സ് സോ ദാറ്റ് they can next time ഒരു ഇഷ്യൂ വരുമ്പോൾ ഓക്കെ ഇത് എനിക്ക് പട്ടി ഈസ് ദർ, ഐ നോ ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനി ഹാം. അപ്പോൾ നമ്മൾ പുറകെ നിന്ന് ചിന്തിച്ചു ഓക്കെ ഇനി സംഭവിച്ചതുകൊണ്ട് എനിക്ക് എന്തും നടക്കാൻ പോയില്ല, എവിടെയാണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്, അപ്പോൾ ഓർമ്മ നിർബന്ധമില്ല. പക്ഷേ നെക്സ്റ്റ് ടൈം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ സ്ട്രെസ് വരുമ്പോൾ ഓക്കെ ഫൈൻ, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ദിവസം കുളമാവും, അപ്പോൾ അതുകൊണ്ട് സോ ലെറ്റ് മീ തിങ്ക് ഓക്കെ ഫൈൻ, ഇതാണ് കാരണക്കാരൻ, ഇത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അവിടെ കിടക്കുന്നത്, പട്ടികൾ കിടപ്പോൾ ലെറ്റ് മീ ഗോ ത്രൂ. അങ്ങനെ ഹൗ വിൽ വി ഹാൻഡിൽ ദം എന്നുള്ളതാണ് നമ്മൾ CBTയിൽ ആൻഡ് കുറച്ച് റിലാക്സേഷൻ്റെ കേസ് ഞങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വാട്ട് വി യൂഷ്വലി മാനേജ് ദം. അത് അത്രയും ലെവലിലല്ലാതെ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് കുറച്ച് ദിവസമായിട്ട്, അപ്പോൾ എനിക്കൊരു ഡെയിലി റൊട്ടീനിൽ ഒന്ന് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡീപ് ബ്രീത്തിങ് എക്സസൈസ് 1 2 3 ഇൻഹേൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക. ആ ഒരു സമയത്തുള്ള നമ്മൾ റിലാക്സേഷൻ നമ്മളെല്ലാവരും ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഇസ് റിലാക്സേഷൻ ടെക്നിക് ഇസ് ഡീപ് ബ്രീത്തിങ്. പിന്നെ അതല്ല സമയമൊക്കെ ഉണ്ടെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വാട്ട് വി യൂഷ്വലി ഒരു യോഗയുടെ ഒരു മോഡേൺ വേർഷൻ ഓഫ് ഇംഗ്ലീഷ് വേർഷൻ JPMR, ദാറ്റ് ഇസ് മോഡിഫൈഡ് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയും. അതായത് ഒരു പേഷ്യൻ്റ് ഒരാൾക്ക് കിടക്കാം, ഒരു കാം ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ, അതായത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ അടുക്കളയിൽ ഗ്യാസ് വെച്ചിട്ടൊന്നുമല്ല, കാം ക്വൈറ്റ് സ്ഥലത്ത് കിടക്കാം. എല്ലാ മസിൽസും ഇൻക്ലൂഡിങ് ഫ്രം യുവർ പാം, ഫോറാം, ആം, ചെസ്റ്റ്, അബ്ഡോമൻ, തൈസ്, ഓരോന്നും ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ ചെക്ക് ഇൻ യൂട്യൂബ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്. പിന്നെ കുറച്ച് ഗ്രൗണ്ടിങ് ടെക്നിക്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഡീപ് ബ്രീത്തിങ് ആണ്, 5 4 3 2 1 എന്ന് പറയുന്ന ടെക്നിക്സ് ആണ്. അതായത് പേഷ്യൻ്റ് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് വിൽ തിങ്ക് അബൌട്ട്, അതായത് നമ്മുടെ ചിന്തകളെല്ലാം പുറത്തേക്ക് പോകുന്ന രീതിയിൽ കണ്ണടച്ചിരുന്നിട്ട് എന്തൊക്കെയാണ് പുറത്ത് കേൾക്കുന്ന സൗണ്ട്സ്, AC സൗണ്ട് ആവാം, ഫാനിൻ്റെ ആവാം, കിളിയുടെ ആവാം, ആസ് ദം ടു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. ഓക്കെ, ഇല്ലെങ്കിൽ കേൾക്കുന്ന സ്മെല്ല്, ടച്ച് ചെയ്യുക, ഫീലിംഗ്, അതായത് എല്ലാ സെൻസേഷൻസിനും ആക്റ്റീവ് ആക്കുക, സൗണ്ട്, സ്മെൽ ചെയ്യാം. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഈസ് റൈറ്റ് നൗ ഈസ് ഇൻ ട്രെൻഡ് ഈസ് മൈൻഡ്ഫുൾനെസ് എക്സസൈസ്. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആവുക. അതായത് ഇപ്പോൾ ഉദാഹരണം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നത് ഫോൺ നോക്കിക്കൊണ്ടാവരുത്, പത്രം വായിച്ചുകൊണ്ട് TV ആണ് ഉണ്ടാവരുത്. ഭക്ഷണം കഴിക്കുന്ന ഫുൾ സ്റ്റെപ്സ്, ആ ഭക്ഷണം ആ ചോറ് ഉരുളുന്നത് മുതൽ വായിലേക്ക് വന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഫുൾ സ്റ്റെപ്സ് വി ഷുഡ് നോ. ഓക്കെ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലെടുത്ത് വെക്കുന്നതും സ്റ്റെപ്സും എല്ലാം മനുഷ്യനോ. സിമ്പിളായിട്ട് അവൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കണ്ണടച്ചിരിക്കാൻ പറയുക, 5 minutes അലാറം വെക്കുക. ഓക്കെ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഏക പ്രവൃത്തി എന്താണ്? ബ്രീത്തിങ് എക്സസൈസ് മാത്രമാണ്, ബ്രീത്തിങ് മാത്രമാണ്. ആസ് ദം ടു കോൺസെൻട്രേറ്റ് ഓൺ ബ്രീത്തിങ്, ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് ശരി നമ്മൾ മനുഷ്യന്മാരാണ്, ചിന്ത മാറിപ്പോവും, ചിന്ത മാറിപ്പോൾ തിരിച്ച് വീണ്ടും അതിലേക്ക് തന്നെ വരിക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി യൂഷ്വലി ഡു. സ്ലോലി ഇപ്പോൾ രണ്ട് എക്സസൈസ് ഞാൻ പറയാം. ഒന്ന് മൈൻഡ്ഫുൾ എക്സസൈസ് വെച്ചാൽ നമ്മളിലേക്ക് മാത്രം, മറ്റേത് നമ്മൾ പുറത്തേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി, ഒന്നും അപ്പോൾ ഡിസ്ട്രാക്ഷൻ ആയി. ഒന്ന് മൈൻഡ്ഫുൾനെസ്, നെക്സ്റ്റ് ഇസ് ഡീപ് ബ്രീത്തിങ്, JPMR റിലാക്സേഷൻ ടെക്നിക്സ്. ഇത്രയും ചെയ്താൽ തന്നെ ഒരാൾക്ക് ഒന്ന് ആ എമർജൻസി സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതല്ല ഡെയിലി ലൈഫിൽ റുട്ടീനിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് എക്സസൈസ്, ഫ്രീ ഡോപ്പമിൻ കിട്ടുകയാണ്. 40-45 minutes എ ഡേ എന്തെങ്കിലും സിമ്പിൾ എക്സസൈസ് ആവാം, യൂട്യൂബിൽ നോക്കി ചെയ്താൽ നമ്മൾ ജിമ്മിൽ പോകുന്നതാവാം. ഓക്കെ, ഫ്രീ ഡോപ്പമിൻ ഇൻ ദ മോർണിംഗ് കിട്ടുകയാണ്. ഡയറ്റ് ഹാസ് ടു ബി കൺട്രോൾ, സ്ലീപ്പ് ഹാസ് ടു ബി, ഈ പറഞ്ഞ പോലെ സമയത്ത് ഉറങ്ങാൻ കാര്യങ്ങൾ, പിന്നെ നോ പറയാൻ പറ്റുന്നിടത്ത് നോ പറഞ്ഞേ പറ്റും. അതല്ല എല്ലാം ഏറ്റെടുത്ത് കയറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യാത്ത സിറ്റുവേഷൻ വരികയും മറ്റവർക്ക് ഇഷ്യൂ ആകുന്ന നമ്മളാണ് സ്ട്രെസ് കൂടുന്നു. നോ പറയേണ്ട അടുത്ത് നോ പറയുക. ഹൂവർ ഇറ്റ് മേ ബി, ബോസ് ആവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, ഹൂവർ ഇറ്റ് മേ ബി, അത് പറഞ്ഞേ പറ്റും. സർ, ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളിലും യൂത്തിലും എല്ലാം വളരെ കോമൺ ആണ്, നമ്മൾ എന്നും കേൾക്കുന്ന വാർത്തകളാണ്. അപ്പോൾ എന്തൊക്കെ തരം സബ്സ്റ്റൻസസ് ആണ് ഉള്ളത്, അത് എന്ത് എഫക്റ്റ് ആണ് ബോഡിയിൽ ഉണ്ടാക്കുന്നത്? ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ചിലതിൻ്റെ അളവ് കുറയുന്നുണ്ട്, ചിലതിന് അളവ് കൂടുന്നുണ്ട് രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്.
ആൻഡ് ഈ കോവിഡിന് ശേഷം വീണ്ടും ഈ ഇൻസ്റ്റാഗ്രാം കോവിഡിന് ശേഷം എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന നെറ്റ് ഇത്രയും വ്യാപകമായതിനു ശേഷം ഈ കഞ്ചാവിൻ്റെ അളവും MDMA അളവും നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ആസ് എ ക്ലിനീഷ്യൻ ഹൗ ഐ ഡിവൈഡ് ഈസ്, ഒന്ന് ഇത് ഡിപ്രസൻ്റ് ആണോ, ഒന്ന് സ്റ്റിമുലൻ്റ് ആണോ, അത് സൈക്കോട്ടിക് കമ്പൗണ്ട് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ് എൻ്റെ. ഡിപ്രസൻ ലെവലിലാണ് ആൽക്കഹോൾ വരുന്നത്, ഓക്കെ, കഞ്ചാവ് വരുന്നതും ഡിപ്രസനിലാണ് വരുന്നത്. സ്റ്റിമുലൻറ്റിലാണ് ഈ പറയുന്ന സിഗരറ്റ്, MDMA കാര്യങ്ങൾ വരിക. സൈക്കോട്ടിക് കമ്പൗണ്ട് വരുന്നത് LSD കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ടാവുക. ഓക്കെ, ആ ബേസിസിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതും കാര്യങ്ങളുണ്ടാവുക. പക്ഷേ ഇതിനെല്ലാം ഈ പറയുന്ന കഞ്ചാവിന് തന്നെ സൈക്കോട്ടിക് കമ്പൗണ്ട് വരുന്ന ആളുകളുണ്ട്, MDMA ഉപയോഗിക്കുന്ന ആളുകൾ സൈക്കോട്ടിക് കമ്പൗണ്ട് വരുന്ന ആളുകളുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൾ മിക്സ് ചെയ്ത്, അതായത് സ്റ്റിമുലൻറ്റ് വന്നതിന് അവസാനമാകുമ്പോഴത്തേക്കും അത് സൈക്കോട്ടിക് കമ്പൗണ്ട് വരാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ്റെ അളവ് തന്നെയാണ് ഇതിനകത്ത് വ്യത്യാസങ്ങൾ. ഡോപ്പമിൻ അളവ് ഒരു പരിധി കൂടുതൽ കൂടുമ്പോഴത്തേക്കും നിൽക്കാൻ ബിക്കം സൈക്കോട്ടിക് കമ്പൗണ്ട് എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് പറയാനുള്ളത് എസ്പെഷ്യലി നമ്മൾ ഈ കാണുന്ന യൂത്ത് ആളുകളിൽ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മലപ്പുറത്തുനിന്നും കാസർഗോഡ് നിന്നും വയനാട് നിന്നും ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ട നിന്നൊക്കെ എറണാകുളത്തേക്ക് വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ കഞ്ചാവിൻ്റെ ഉപയോഗം കാണുന്നുണ്ട്. എസ്പെഷ്യലി പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്ന്. പല കാരണത്താൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒപ്പം കൂട്ടൂല, ബാക്കിയുള്ളൊരു വൈബല്ല, എൻ്റെ ഒപ്പം കൂട്ടില്ല എന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ടെൻഷൻ ഉണ്ട്, ഒരു ആങ്സൈറ്റി കമ്പൗണ്ട് ഉണ്ട്, അപ്പോൾ കൂട്ടുകാരൻ പറയും ഇത് ഉപയോഗിച്ചാൽ കാമായിക്കോളും എന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ കൾച്ചറലിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഇയർ ആകുമ്പോൾ രണ്ടര അടിച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളാം, ശനിയാഴ്ച ആകുമ്പോൾ രണ്ടര അടിച്ചില്ലെങ്കിൽ എന്തിനു കൊള്ളാം എന്ന് ഞായറാഴ്ച എല്ലാ ശനിയാഴ്ചകളും മാത്രം ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിക്കും ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ചെറിയ രീതിയിലും പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. സാറേ എൻ്റെ ഒപ്പോളം കഞ്ചാവ് കണ്ടെങ്കിൽ അവന് കുഴപ്പമില്ലല്ലോ. ഇറ്റ് ക്യാൻ അഫക്ട് ഹിസ് ഈ പറഞ്ഞ മെമ്മറി ഇമ്പയർമെൻ്റ് ഉണ്ടാവാം, കോഗ്നിറ്റീവ് ഇമ്പയർമെൻ്റ് ഉണ്ടാവാം. ചില ആളുകളിൽ സൈക്കോസിസ് ഉണ്ടാകും. സൈക്കോസിസ് ഉണ്ടാക്കുമ്പോഴാണ് അവന് സംശയങ്ങൾക്ക് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് നമ്മൾ പറയുക. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത് ഷോർട്ട് സർക്യൂട്ട് വരുന്ന രീതിയിലാണ്. അതായത് ദൈവം തമ്പുരാൻ തന്ന ഒരു തലച്ചോറും ബ്രെയിനും അവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് വെൻസ് ദി പീപ്പിൾ ആർ ടേക്കിംഗ് ദീസ് തിങ്സ് ലൈക്ക് MDMA കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബ്രെയിൻ സർക്യൂട്ടിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നു. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ വീട്ടിൽ എങ്ങനെയാണ് ഫുൾ വയറിങ് മാറ്റേണ്ട സിറ്റുവേഷനാണ്. ആ ഒരു പോർഷൻ മാത്രം മാറ്റിയാൽ പോരാ. ബ്രെയിനും ആ സിറ്റുവേഷൻ തന്നെയാണ്. ഫുൾ പിന്നെ ബ്രെയിൻ മാറ്റാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഫുൾ റെസ്റ്റ് കൊടുത്ത് ഇനി ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഷോർട്ട് സർക്യൂട്ട് വന്ന വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഒന്ന് വയറ് മാറ്റാതെ വീണ്ടും ഉപയോഗിച്ചാൽ വീണ്ടും കത്ത് പിടിക്കും. ഇവൻ ഇത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഓക്കെ, തൻ്റെ പഠിത്തത്തെ ബാധിക്കുന്നു, ജോലിനെ ബാധിക്കുന്നു, പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു, സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നു, എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവൽ സൈക്കോട്ടിക് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് മരുന്നുകൊണ്ട് വ്യത്യാസങ്ങളുണ്ടാവും, ചില ആളുകൾക്ക് പക്ഷെ അത് കംപ്ലീറ്റ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി പോകും. സോ ഇറ്റ്സ് ഹാസ് ടു ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ. എസ്പെഷ്യലി നമ്മൾ ഈ പാരൻസ് നോക്കേണ്ടത് പണ്ടത്തെ അല്ലാത്ത കൂട്ടുകാർ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാർ ആരൊക്കെയെന്ന് എൻ്റെ ഫാദറിനും മദറിനും ഇപ്പോഴും അറിയാം. സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ എല്ലാവരുടെ പേരും അവർക്കറിയാം, അവരുടെ പാരൻസിനെ അറിയാം, അവരുടെ വീടുകൾ എവിടെയെന്ന് അറിയാം, അവരുടെ ഫോൺ നമ്പർ വരെ അവരിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അറിയുമോയെന്ന് നമുക്കറിയില്ല. ഓരോ ദിവസവും പുതിയ കൂട്ടുകാർ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്ന് നോക്കുക. അതായത് ഈ നാട്ടിലുള്ള അല്ലാത്ത കൂട്ടുകാർ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാവ് ടു ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ ആൻഡ് ഹാസ് ടു ബി ആരാന്ന് അന്വേഷിക്കാം. ഈ അനാവശ്യ സമയങ്ങളിൽ, അതായത് രാത്രി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 9 മണിക്ക് വീട്ടിൽ ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം വീട്ടിൽ കയറിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് 9 മണിക്കാണ്. പുറത്തേക്ക് 9 മണിക്കെല്ലാം പോകുന്നത് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ എറണാകുളം എടപ്പള്ളി കളമശ്ശേരി ഏരിയയിൽ ഇപ്പോൾ രാത്രി 2 മണിക്ക് പോയാലും എല്ലാ കടകളിലും കോഫി ഷോപ്സ് ആർ ഫുൾ ഓൺ. സോ എന്താ കൂടി രാത്രി 2 മണിക്ക് ചായ കുടിക്കാൻ വന്നേക്കുന്നതാണ്. ഓക്കെ, ചായ കുടിക്കാൻ വന്ന ആൾക്കാരുണ്ടാവാം, സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ മറവിൽ ദിസ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, ദർ ആർ കേസസ് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ആളുകൾക്ക്. സോ ഈ അസമയങ്ങളിൽ പുറത്ത് പോയി വരുന്ന ആളുകൾ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ആൻഡ് ഇഫ് യുവർ കിഡ്സ് ആർ യൂസിങ്, അവരുടെ ബാഗിൽ നിന്ന് ഈ കണ്ണിലെത്തിക്കുന്ന മരുന്നുകൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഇത് ഉപയോഗിച്ച് വെച്ചാൽ ആളുകൾ കണ്ണ് ചുമക്കുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഈ നേസൽ ഡ്രോപ്സ്, സലൈൻ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണിലെത്തിക്കുന്ന മരുന്നുകൾ ഓക്സിമെറ്റോൾ കാണുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ.
അതല്ല, ഒരു ഡിപ്പ് കാണുന്നത്, അതായത് അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ഒറ്റയടിക്ക് ഒരു ഡിപ്പ് കാണുകയാണ് എല്ലാ കാര്യങ്ങളിലും, പഠിത്തത്തിലും സ്വഭാവത്തിലും ഈ പറഞ്ഞ പോലെ ആക്കൾ പെരുമാറുന്ന കാര്യങ്ങളിലും ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും എങ്ങനെ അനാവശ്യമായി ദേഷ്യം വരിക. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരിക്കാം. മറ്റേ ഗ്രാൻഡ് പാരൻസിനോടോ സിബ്ലിങ്സിനോടോ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം വരുന്നു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പഠിത്തത്തെ ബാധിച്ച സിറ്റുവേഷൻസ്. ഇതെല്ലാം ഒരുമിച്ചൊന്നുമില്ല. ഇഫ് ദീസ് ആർ ദ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഹിം ഓർ ഹെർ, വാട്ട് ഈസ് ഇ ഡൂയിങ്. ആൻഡ് ഹെർ എന്ന് പറയാൻ കാരണം ഫീമെയിൽസ് ഓൾസോ ദ. ഓക്കെ, ഇല്ല എന്നുള്ള ചിന്ത എല്ലാവർക്കും മാറ്റാവുന്നതാണ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി ഡിഡ്ന്റ് യൂസ് ടു ആസ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, കഞ്ചാവ് വലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നുണ്ടോ എന്ന്. ഞാൻ പഠിച്ച കണ്ണൂരായതുകൊണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് തല്ല് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണത്. That has to be taken into consideration when a patient or female is coming with reduced concentration. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു ഉഷാറില്ല. കുറേ കാര്യം ചോദിച്ചു വരുമ്പോഴത്തേക്കും ഷീസ് ബീങ് യൂസിങ്, ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്, ഷീസ് ബീങ് യൂസിങ് ആൽക്കഹോൾ റെഗുലർലി. ഓക്കെ, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഹെർ മൂഡ്, ഡിപ്രഷൻ കാര്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ആൻഡ് വൺ മോർ തിങ്, സബ്സ്റ്റൻസ് യൂസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഡബിൾ ഡയഗ്നോസിസ് എന്നാണ്. സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത് ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, അവൻ കള്ളുടിയാണെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഹിം ടു യൂസ്? ഡിപ്രഷൻ കൊണ്ട് ഉപയോഗിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അവൻ്റെ മുടക്കം കൊണ്ട് ഉപയോഗിക്കുന്ന, അവൻ്റെ ആങ്സൈറ്റി മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നവനാണോ, എന്താണ്, വാട്ട് ഈസ് ദ എക്സാക്ട് റീസൺ ഫോർ ഹിം ടു യൂസ് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് സൈക്കാട്രിസ്റ്റിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെയും കഴിവ്. മറ്റേത് എനി ഡോക്ടർ ക്യാൻ ട്രീറ്റ്. ആൽക്കഹോൾ വിഡ്രോവൽ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ MBBS പഠിക്കുന്നതാണ്, എല്ലാവരും ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന പഠിക്കുന്നതാണ്. ബട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന റിഹാബിന് പോകുന്നു എന്നുള്ളത് എന്താണ് അവൻ്റെ റീസൺ, എക്സാക്ട് റീസൺ ഫോർ ഹിം ടു യൂസ്. ഓക്കെ, അത് മനസ്സിലാക്കി അവൻ്റെ ഫാമിലിയിലെ ഇഷ്യൂസ് കൊണ്ടാണോ സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണോ അതോ അല്ലെങ്കിൽ പറയുന്ന എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് വേർ psychiatrist and psychology department and psychiatric department comes into play. That will only help him. ഇല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇതിന് ഐഡിയൽ കണ്ടീഷൻ ഹി കാൻ ഗെറ്റ് ആൽക്കഹോൾ, മിണ്ടാണ്ടിരിക്കും, മര്യാദക്കാരനായിരിക്കും. ഓക്കെ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പോകുമ്പോൾ പഴയ സിറ്റുവേഷനിലേക്കാണ്. അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സ്ഥിരം അടിയാണ്, അവൻ്റെ ഭാര്യയെ വീട്ടിൽ കയറിക്കുന്ന സാഹചര്യം തരുന്നില്ല അവനിക്ക്, അവൻ വീണ്ടും അത് ഉപയോഗിക്കും. ഇല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരെല്ലാം അങ്ങനത്തെ കൂട്ടുകാരാണ്. അത് മനസ്സിലാക്കി, എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് സംസാരിച്ച് അതിനെ ഡീൽ ചെയ്ത് ചെയ്യുന്നതിനാണ് സോഷ്യൽ വർക്കേഴ്സ് are in the department. Social workers, psychologists, counselors, all these people work together as a team along with family. അവരില്ലാതെ ഞങ്ങളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്ത് കിടക്കുന്ന നടപടി ആവുന്നില്ല. എല്ലാ പേഷ്യൻറ്റും മോട്ടിവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി മാനേജബിൾ. ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി ഈസിലി സ്റ്റോപ്ഡ്. സർ, ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ മെഡിസിൻസ് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ MDMA-യുടെ LSD-യുടെ അങ്ങനത്തെ സബ്സ്റ്റൻസസിൻ്റെ ഡി അഡിക്ഷനിലും മെഡിസിൻസിന് എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡബിൾ ഡയഗ്നോസിസ് ആണ്. ഈസ് യൂസിങ് കഞ്ചാവ് അല്ലെങ്കിൽ ഈസ് യൂസിങ് MDMA എന്നുള്ള ഡയഗ്നോസിസ്. അവൻ ആ അപ്പത്തെ സിറ്റുവേഷൻ നമുക്ക് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആങ്സൈറ്റി കമ്പൗണ്ടോ ഡിസോർഡർ ഒന്നും ഇല്ല. പക്ഷേ അവൻ്റെ എന്തുകൊണ്ട് അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഡിപ്രഷൻ. അവൻ ആ ഒരു ഹൈ കിട്ടിയെങ്കിലേ അവൻ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ മൂഡ് ഡിസോർഡർ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം, ആങ്സൈറ്റി ഉള്ള പേഷ്യൻ്റ് ആയിരിക്കാം. എന്താണ് എന്ന് മനസ്സിലാക്കിയതാണ് ഇത്. കൂടാതെ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ ആ ഒരു ടോക്സിക് എഫക്റ്റ് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് വി യൂസ് മെഡിസിൻസ്. ആ ഒരു ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതല്ല അവൻ ഈ പറയുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് പോയി സൈക്കോട്ടിക് ലെവലിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ഹി വിൽ ഡെഫിനറ്റ്ലി നീഡ് ആൻറ്റിസൈക്കോട്ടിക്സ് ആൻഡ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഫോർ ഹിം ടു ഇംപ്രൂവ്. ഓക്കെ, ഇത് വേറെ നമ്മൾ ADHD ഉള്ള ആളുകളിൽ നമ്മൾ ചില ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. സോ വി വിൽ തിങ്ക് we have to check whether he is having ADHD. ലോങ് ടേം മാനേജ്മെന്റ് നമ്മൾ ഈ ഒരാഴ്ചത്തൊക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചത്തെ കൊണ്ട് തീരുന്ന പരിപാടി എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം പ്ലാനാണ് നമ്മുടെ മുമ്പിലുള്ള സംഭവം. അപ്പോൾ if he is having ADHD he will again go into the same ഇത്. So if he is having, we have to give the medicines for ADHD. അത് മനസ്സിലാക്കി അതിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മുടെ ജോലി. അണ്ടർലൈൻ കണ്ടീഷൻ ഹാസ് ടു ബി ട്രീറ്റഡ്. മറ്റേത് ഈ പറഞ്ഞ പ്ലസ് ആണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ്. അതാണ് നമ്മുടെ കഴിവിരിക്കുന്നത്, നമ്മുടെ ജോലി. ദാറ്റ് ഹാസ് ടു ബി ഡൺ ടു എനി പേഷ്യന്റ്. മറ്റേത് ഈസ് ലൈക്ക് എനി ലേമാൻ ക്യാൻ ഡു എന്നുള്ളതാണ്. സർ, പലപ്പോഴും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വളരെ ചെലവ് കൂടിയതാണ് എന്നുള്ളത്.
അപ്പോൾ അത് ശരിക്കും അങ്ങനെയാണോ, അതല്ല നമ്മൾ മെൻ്റൽ ഹെൽത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം? വേറൊരു അസുഖം വരുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും, പക്ഷേ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത്രയും ആൾക്കാർ അതിലോട്ട് വരുന്നില്ല. ട്രീറ്റ്മെൻറ്റിന് ചോദിക്കുമ്പോൾ പലപ്പോഴും ചിലവ് കൂടുതലാണ്, ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ചിലവ് കൂടുതലാണോ? അതിന് പറഞ്ഞ പോലെ ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് അഡ്മിഷൻ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓൾറെഡി അവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും. ഉദാഹരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഹസ്ബൻഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സൈക്കാട്രിക് പേഷ്യൻസിന് മിനിമം മറ്റേത് കൈ ഒടിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വന്ന് ഓപ്പറേഷൻ ചെയ്ത് നാളെ മറ്റന്നാളെ വീട്ടിൽ പോവാം. മുട്ട് മാറ്റിയൊക്കെ ഒന്ന് ഓപ്പറേഷൻ വരെ മാക്സിമം 5 ദിവസം കിടന്നാൽ മതി. അതല്ല വണ്ടി ഇടിച്ച കേസുകളിലൊക്കെയാണ് അധികം ദിവസം ഇപ്പോൾ കിടക്കുന്ന ഉണ്ടാവുക. സൈക്കാട്രിക് പേഷ്യൻസ് നമുക്ക് അഡ്മിറ്റ് ആയതിനു ശേഷമാണ് പറയാൻ പറ്റത്തുള്ളൂ എത്ര ദിവസം വേണ്ട വരും എന്നുള്ളത്. ഇത് ചില മെഡിസിൻസ് ചിലപ്പോൾ ഇറ്റ് വിൽ ടേക്ക് 8 to 10 days ടു സ്റ്റാർട്ട് ആക്ടിങ് അറ്റ് ഓൾ. സോ 1.5 months എടുക്കും ഫുൾ എഫക്റ്റ് കിട്ടാൻ വരെ. അപ്പോൾ ഇത് സംസാരിച്ച് പേഷ്യൻ്റ് ഒരാൾക്ക്, ഇപ്പോൾ എനിക്കോ തനിക്കും പാരസെറ്റമോൾ ആണെന്ന് നമ്മൾ എല്ലാവരും 650 mg മരുന്ന് കഴിക്കും, ഡോളോ കഴിക്കും, ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ 6 ഡോസ് കഴിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഓരോ ആളുകൾക്കും ഓരോ ഡോസാണ്. അപ്പോൾ അതിൻ്റെ മിനിമം ഡോസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പേഷ്യൻറ്റിന്, സൈഡ് എഫക്ട്സ് ഉണ്ടോ, സൈഡ് എഫക്ട്സ് ഇല്ലെങ്കിൽ പയ്യെ കൂട്ടും, നെക്സ്റ്റ് ഡേ തേർഡ് ഡേ ഒന്ന് നോക്കും, വീണ്ടും നോക്കും, സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഇല്ല, ഓക്കെ ഫൈനലി ഇറ്റ്സ് ഇൻക്രീസ്. ഇങ്ങനെ നോക്കി വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രശ്നം അറിയാത്തുണ്ട്, ബൈസ്റ്റാൻഡർ ഷുഡ് ഓൾസോ സ്റ്റാൻഡ്. ഹി മൈറ്റ് ബി ദ ഏർണിംഗ് മെമ്പർ അല്ലെങ്കിൽ ഷീ മൈറ്റ് ബി ദ ഏർണിംഗ് മെമ്പർ. ഇവർ ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, വീണ്ടും ഹോസ്പിറ്റൽ ഹാസ് ടു ബിൽ ഹാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഈ ഏർണിംഗ് മെമ്പർ ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇഷ്യൂ ആവും. അപ്പോൾ പെയ്ഡ് ബൈസ്റ്റാൻഡർ നിർത്തേണ്ടി വരും. പെയ്ഡ് ബൈസ്റ്റാൻഡർ എടുത്തുമ്പോൾ വീണ്ടും എക്സ്ട്രാ 500 to 700 rupees പെർ ഡേ വരും. അപ്പോൾ ആസ് യു സെഡ് കോസ്റ്റ് ഈസ് ദെയർ. പക്ഷേ കോസ്റ്റ് as compared to other treatment almost സെയിം തന്നെയാണ് വരുന്നത്. കാരണം മറ്റേ കഴിഞ്ഞ ഒരു ഇനിഷ്യൽ ഒരു 3-5 days കൊണ്ടാണ് ഈ പറയുന്ന എമൗണ്ട് വരുന്നത്. ദിസ് ഇസ് ഓൾമോസ്റ്റ് വാട്ട്സ് ദർ ആർ പാക്കേജ് ഓപ്ഷൻസ് വിൽ ബി ദർ ഓൾമോസ്റ്റ് ഒരു മന്ത്ലി ഒരു മന്ത് തന്നെ എടുക്കും. കാരണം ഇതെല്ലാം അതിന് തന്നെ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല. വന്ന് സംസാരിച്ച് നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ഒരു ഓക്കെ ഇവൻ നമുക്ക് വേണ്ടിയിട്ടാണോ ഉള്ളത്, എനിക്ക് ഹെൽപ്പ് ചെയ്യും ഇവൻ എന്ന് മനസ്സിലാക്കിയെങ്കിലാണ് ഹി വിൽ സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ്. ഓക്കെ, ആ ഒരു സാവകാശം അതിന് കൊടുത്തേ പറ്റൂ. ഇത് അതിന് കാരണം ഇത് as you said കോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോസ്റ്റ് ഈസ് ദർ. ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൾ റൂം റെന്റ് വിൽ ബി ദർ, നഴ്സിംഗ് ചാർജ് ഹാസ് ടു ബി ടേക്കൺ അപ്പ്, ഫുഡ് കഴിക്കുന്നതിന് റേറ്റ്സ് ഉണ്ടാവും, മെഡിസിൻസിൻ്റെ കോസ്റ്റ് ഉണ്ടാവും. എലോങ് വിത്ത് ദാറ്റ് എക്സ്ട്രാ വരുന്നതാണ് സൈക്കാട്രിസ്റ്റ് വന്ന് കാണുന്നതിനുള്ള സമയം, സൈക്കോളജിസ്റ്റ് വന്ന് കാണുന്നതിൻ്റെ സമയം. ഇതാണ് എക്സ്ട്രാ നമുക്ക് ആസ് കമ്പയർഡ് ടു അതർ ഇത് വരുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആസ് യു റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് കോസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. മോസ്റ്റ് ഓഫ് സൈക്കാട്രിസ്റ്റ് ചാർജ് ബേസ്ഡ് ഓൺ ദ ടൈം. കാരണം എൻ്റെ ഗുഡ് സൈക്കാട്രിസ്റ്റ് ഹു ഈസ് ഗിവിങ് ആംപിൾ ടൈം ടു ദ പേഷ്യൻറ്റ് ക്യാൻ സീ ഓൺലി. ഇത് ചിന്തിച്ച് നോക്കി, കാലത്ത് 9 മണിക്കൊന്ന് ഒരു പേഷ്യൻ്റ് 5 മണിക്കാണ് ഡോക്ടർ പോകുന്നതെന്നുണ്ടെങ്കിൽ 30 minutes ഒരു 30 minutes ഒരു പേഷ്യൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ സീ മാക്സിമം 10 to 12 15 patients a day. ഓക്കെ, അപ്പോൾ ആ ഒരു കോസ്റ്റ് ഹാസ് ടു ബി ദ. മറ്റേ ഡോക്ടർ കാണുന്ന മറ്റേ സർജൻ ചെയ്യുന്ന പോലെ ഈ സർജറി ഫീസ് ഓഫ് 2 lakhs or 3 lakhs അല്ല ഇവിടെ വരുന്നത്. ഈ ചാർജിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം വേരീസ് ഫ്രം 500 rupees, 1000 rupees, 2000 rupees ചെയ്യുന്ന ആളുകളുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ്പീരിയൻസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹൗ ദേ വാല്യൂ ദ ടൈം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം ഇറ്റ് ഈസ് ദ. ഓക്കെ, കോസ്റ്റ്ലി ആണോ വെച്ചാൽ കോസ്റ്റ്ലി ആണ്. പക്ഷേ റൈറ്റ് നൗ ഇൻഷുറൻസ് ഈസ് കവറിങ് ഓൾ ദീസ് തിങ്സ്. ഇൻഷുറൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതല്ല ഡിസേർവിങ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് ദ സൈക്കാട്രിസ്റ്റ് വിൽ ടേക്ക് ഷുവർ. ഓക്കെ, പിന്നെ ചില സ്ഥലത്ത് ബൈസ്റ്റാൻഡർ ഇല്ലാതെ നിർത്തുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് ഈ പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. സപ്പോർട്ട് സിസ്റ്റം ഹിസ്റ്ററി അറിയുന്ന ആളുകൾ ഉണ്ടാവണം. പേര് ബൈസ്റ്റാൻഡർ ആയാലും മതി, പക്ഷേ എന്നാലും സപ്പോർട്ട് സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. അസ് യു റൈറ്റ്ലി പോയിന്റ് ഇപ്പം ഈ സിറ്റുവേഷനിൽ പണ്ട് എന്തെങ്കിലും ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ എളിയമ്മ, ഉമ്മൂമ്മ, കുഞ്ഞമ്മ, മാമ എല്ലാവരും ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഭാര്യ, ഭർത്താവ്, 2 പിള്ളേര്, മാക്സിമം അച്ഛനും അമ്മയും ഉണ്ടാവും. ഇതിൽ ഒരാൾ മാറി കഴിഞ്ഞാൽ പിള്ളേരെ അങ്ങനെ സ്കൂളിൽ പോകും. അപ്പൂപ്പനും അമ്മയും വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ബാധിക്കും. ഇതെല്ലാം ഇഷ്യൂസ് ആവുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ഡിലേ വരാനുള്ള, ആൾക്ക് വരാൻ മടിയായിട്ടല്ല, ഇതെങ്ങനെ ഇതെല്ലാം കൂടി കൺട്രോളിൽ എത്തിക്കും എന്നുള്ളൊരു ഇഷ്യൂ കാരണം കൊണ്ടാണ് ഓക്കെ മരുന്ന് കഴിച്ച് വീട്ടിൽ നോക്കും, നടപടി ആയില്ലെങ്കിൽ വരും. അതെല്ലാം എക്സ്ട്രീം സിറ്റുവേഷൻസ് ആകുമ്പോൾ അവസാനം എല്ലാവരും കൈ ഒഴിയുമ്പോൾ നിൽക്കുന്ന പോലെ എല്ലാവരും വരികയും ചെയ്യുന്നുണ്ട്.